ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രമുറ്റത്തെ പണ്ടാര അടുപ്പിലേക്ക് മേൽശാന്തി ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ ദീപം തെളിയിച്ചതോടെ ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യനിമിഷത്തിന് തുടക്കമായി. രാവിലെ 9:15 ശുദ്ധ പുണ്യാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് അഗ്നി പകർന്നത്. പണ്ടാരയടുപ്പിൽ തീ പടർന്ന വിവരം കതിന വെടികളിലൂടെ അറിയിച്ചതോടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാത്തിരുന്ന ഭക്തരും തങ്ങളുടെ അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. ചന്ദ്രഗ്രഹണമായതിനാൽ ഉച്ചയ്ക്ക് 3:10 മുതൽ രാത്രി 7 വരെ ക്ഷേത്രനട അടച്ചിടും. ഈ സമയം ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. മുമ്പ് O രാജഗോപാലിലൂടെ BJP നിയമസഭയിൽ അക്കൗണ്ട് തുറന്നതും നേമത്താണ്. വി ശിവൻകുട്ടിയെ നിർത്തി CPM നേമമണ്ഡലം പിടിക്കുകയായിരുന്നു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും നേമത്ത് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായിട്ടും നേമത്ത് മത്സരിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വിമുഖത കാണിക്കുന്നതായാണ് റിപ്പോർട്ട്. മറ്റു മണ്ഡലങ്ങളിൽ ടിക്കറ്റ് തേടുന്ന നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ RSSൽ നിന്നുള്ള തിരിച്ചടി ഭയന്ന് നേമത്ത് മത്സരിക്കാൻ മടിക്കുന്നതായിട്ടാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ചികിത്സാ പിഴവിൽ കാഴ്ച നഷ്ടപ്പെട്ടെന്നാരോപിക്കുന്ന മുളങ്ങാട്ടുപറമ്പിൽ സനൂപിന് താൽക്കാലികമായി കൃത്രിമ കണ്ണുകൾ വെച്ചു. കോയമ്പത്തൂരിലെ കോവൈ അരവിന്ദ് ആശുപത്രിയിൽ വെച്ച് തിങ്കളാഴ്ച കൃത്രിമ കണ്ണുകൾ വെച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെയായിരുന്നു സനൂപിന് ഇരു കണ്ണുകളും നഷ്ടമായത്. ചികിത്സാ പിഴവിനെ തുടർന്നാണ് കാഴ്ച നഷ്ടപ്പെട്ടതെന്ന ആരോപണം ഉയർന്നിരുന്നു. കൃത്രിമ കണ്ണുകൾ വെക്കുന്നതിലൂടെ കാഴ്ച ലഭിക്കില്ലെങ്കിലും സ്മാർട്ട് കണ്ണട ഉപയോഗിച്ചോ കേൾവിശക്തി ഉപയോഗിച്ചോ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനാകും. ഇതിനായുള്ള പ്രത്യേക പരിശീലനവും സനൂപിന് നൽകും. മുട്ടുവേദനയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയതായിരുന്നു സനൂപ്. പിന്നാലെയാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ കോൺഗ്രസിൽ അതൃപ്തി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമേശ് പിഷാരടി ശക്തനായ സ്ഥാനാർത്ഥിയല്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ഷാഫി പറമ്പിലിന്റെ നോമിനികളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലെ വിയോജിപ്പുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്കുണ്ടായ നാണക്കേട് ഉന്നയിച്ച് എതിർക്കാനാണ് നീക്കം. ലൈംഗിക അതിക്രമ പരാതികളെ തുടർന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതോടെയാണ് മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കായി കോൺഗ്രസ് ചർച്ചകൾ ആരംഭിച്ചത്. ചേർത്തലയിൽ ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. തണ്ണീർമുക്കം സ്വദേശി നന്ദഗോപാൽ, വയലാർ സ്വദേശി ആരവ് കൃഷ്ണ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ഇന്നലെ രാത്രി 11:30 അപകടമുണ്ടായത്.